Dear students, we are discussing different emerging concepts in management, and today we are discussing few terms. One is fishbone diagram. Fishbone diagram is also called cause and effect diagram. This diagram was suggested by Ishikawa, Kaoru Ishikawa, a Japanese person. So this diagram is also called Ishikawa diagram. It is a visualization tool for categorizing the potential causes of a problem in order to identify its root causes. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ റൂട്ട് കോസുകളിലേക്ക് പോകും. ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ മുഴുവൻ അന്വേഷിക്കുകയും എന്നിട്ട് ആ എല്ലാ കാരണങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയും ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഓരോ റൂട്ട് കോസുകളും വിഷ്വലായി റെപ്രസെൻറ്റ് ചെയ്ത് എഴുതിക്കൊണ്ട് വരച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ കാണുന്ന രീതിയാണ്. അങ്ങനെ ഒരു വിഷ്വലൈസേഷനെയാണ് നമ്മൾ ഫിഷ് ബോൺ ഡയഗ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ വിഷ്വലൈസേഷൻ ടൂൾ ഫോർ കാറ്റഗറൈസിങ് ദ പൊട്ടൻഷ്യൽ കോസസ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ പ്രധാന കോസുകളെ നമ്മൾ ഈ ഒരു വിഷ്വലൈസേഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കാറ്റഗറൈസ് ചെയ്യും ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസസ്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വരച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിനുപയോഗിക്കുന്ന ഒരു ഡയഗ്രമാണ് ആക്ച്വലി ഫിഷ് ബോൺ ഡയഗ്രം. ഒരു ചെറിയ എക്സാമ്പിൾ ഇതാണ് ഫിഷ് ബോൺ ഡയഗ്രം. അപ്പോൾ ഈ ഫിഷ് ബോൺ ഡയഗ്രത്തിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. ഈ പ്രോബ്ലം ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം. ഈ പ്രോബ്ലത്തിനുള്ള കോസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ എത്തണം. സൊല്യൂഷന് വേണ്ടി നമ്മൾ കോസസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി കുറച്ച് മേജർ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ദീസ് ആർ ദ കോസസ് ഓഫ് എ പ്രോബ്ലം, മേജർ കോസസ് ഓഫ് എ പ്രോബ്ലം. ഇപ്പോൾ ഒരു 6 കാരണങ്ങളാണ് നമ്മുടെ പ്രോബ്ലത്തിന് ഐഡൻറ്റിഫൈ ചെയ്തതെങ്കിലും ഈ ഓരോ കാരണങ്ങൾക്കും വീണ്ടും സബ് റീസൺസ് ഉണ്ടാവാം. അതിന് വീണ്ടും നമ്മൾ ഇതേപോലെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ കോസസ് ഐഡൻറ്റിഫൈ ചെയ്തു, സബ് കോസസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇങ്ങനെ ഓരോ മെയിൻ റീസണും കുറേ സബ് റീസൺസ് ഉണ്ടാവാം. ഇതൊക്കെ ഡയഗ്രമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് എ ഗുഡ് സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് നല്ലൊരു സൊല്യൂഷൻ എടുക്കാൻ സാധിക്കും. ഇതിനു വേണ്ടിയുള്ള ഒരു ഡയഗ്രമാണ് ഇഷിക്കാവ ഡയഗ്രം ഓർ ഫിഷ് ബോൺ ഡയഗ്രം. ഓക്കെ, ദിസ് ഈസ് ഇഷിക്കാവ ഡയഗ്രം. Another term that we discussed today is logistics management. We know this is a branch of military science having to do with procuring, maintaining and transporting material, personnel and facilities. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് മിലിറ്ററി ടേമാണ് ആക്ച്വലി. ഇപ്പോൾ മിലിറ്ററി സയൻസിൽ മെറ്റീരിയൽസ്, പേഴ്സണൽ, ഫെസിലിറ്റീസ് ഇതൊക്കെ പ്രൊക്യൂർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് മിലിറ്ററി സയൻസാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒറിജിൻ. പക്ഷേ ഇന്ന് മോഡേൺ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടേമാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ദിസ് ഈസ് ഡീലിംഗ് വിത്ത് ദ പ്രൊക്യൂർമെൻറ്റ്, മെയിൻ്റനൻസ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ഓഫ് മെറ്റീരിയൽസ്, personnel and facilities in a business. Logistics is a part of supply chain process that plans, implements and controls efficient, effective flow, storage of goods, services and related information from the point of origin to the point of consumption in order to meet customer requirements. അതായത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ളൊരു ടേമാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പാർട്ടാണ്. നമുക്കറിയാം ഇന്ന് ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ ആപ്പുകളിലൂടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇങ്ങനെ പർച്ചേസ് ചെയ്ത ഗുഡ്സ് അതിൻ്റെ സോഴ്സിൽ നിന്ന് സപ്ലയറിൽ നിന്ന് ഡെസ്റ്റിനേഷൻ വരെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി വരെ വളരെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്നു. വളരെ ഇമ്മീഡിയറ്റായിട്ട് വളരെ ലോ കോസ്റ്റിൽ മൂവ് ചെയ്യുന്നുണ്ട്.
ഇങ്ങനെ മൂവ് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് പ്ലാൻ, ഇംപ്ലിമെൻറ്റ് ആൻഡ് കൺട്രോൾ ദ മൂവ്മെൻറ്റ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മൂവ്മെൻറ്റുകളുടെ എഫിഷ്യൻ്റ് ആൻഡ് ഇഫക്റ്റീവ് മൂവ്മെൻറ്റ് അത് പ്ലാൻ ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉപാധിയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. സോ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടിങ്, ഇറ്റ് ഈസ് moving or it is bringing the goods or people from the point of origin or from the point of production to the point of consumption. Simply, logistics management means making goods and services available to customers when and where they wish to acquire them. It means making goods and services available to customers. കസ്റ്റമേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസസ് ലഭ്യമാക്കലാണ്. എങ്ങനെ ലഭ്യമാക്കലാണ്? വെൻ ആൻഡ് വേർ ദേ വിഷ് ടു അക്വയർ ദം. അവർക്ക് എപ്പോഴാണോ എവിടെയാണോ അത് ആവശ്യമായി വരുന്നത് ആ സ്ഥലത്ത് അവൈലബിൾ ആക്കുന്ന, എത്തിക്കുന്ന പ്രോസസ്സാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ദ എലമെൻറ്റ്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ്. ഒരു കസ്റ്റമറിൽ നിന്ന് പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ലൊക്കേഷൻ അനാലിസിസ്, എവിടെ നിന്നാണ് ഓർഡർ കിട്ടിയത് ആ ലൊക്കേഷൻ അനലൈസ് ചെയ്യുക. ഏത് ലൊക്കേഷനിൽ നിന്നാണ് കിട്ടിയത്, ഏത് ഗോഡൗണിൽ നിന്നാണ് സപ്ലൈ ചെയ്യേണ്ടി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. ദെൻ ഇൻവെൻ്ററി കൺട്രോൾ, മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ ഒരുപാട് ഓവർ സ്റ്റോക്കിംഗ് പാടില്ല, മിനിമം സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, ദെൻ പാക്കേജിങ്, ട്രാൻസ്പോർട്ടേഷൻ, warehousing, customer servicing, all these are the elements of logistics management. Okay, so this is the term logistics management. Another term that we discussed today is TPM, total productive management or total productive maintenance. TPM is a systematic approach to eliminate waste in production. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വേസ്റ്റേജ് ഒഴിവാക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് TPM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു equipment മെയിൻ്റനൻസ്, ടു എലിമിനേറ്റ് ലോസ് ആൻഡ് ഓൾസോ ടു മേക്ക് ഡിഫക്റ്റ് ഫ്രീ പ്രൊഡക്ഷൻ. നമ്മുടെ ലോസുകൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എക്യുപ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഡിഫക്റ്റ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ഷൻ, തീരെ ഡിഫക്റ്റ് ഇല്ലാതെ, ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഇല്ലാതെ പ്രൊഡക്ഷൻ നടത്തുക. ഇതിനുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് TPM എന്നാണ് പറയുന്നത്. ദർ ആർ 7 പില്ലേഴ്സ് ഓഫ് TPM. TPMൽ 7 പില്ലേഴ്സാണ് പറയുന്നത്, അതായത് 7 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ആണ്, എസെൻഷ്യൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഓട്ടോണമസ് മെയിൻ്റനൻസ്. ഓട്ടോണമസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ മെയിൻ്റനൻസിനും ഒരു ഓട്ടോണമി, നമ്മൾ മാനുവലായിട്ട് ചെയ്യരുത്, ഒക്കെ ഓട്ടോമാറ്റിക്കായി ചെയ്യുക. പ്രോസസ് ആൻഡ് മെഷീനറി ഇമ്പ്രൂവ്മെൻറ്റ്, improving the process, improving the machinery. Then preventive maintenance. Preventive maintenance means we are maintaining by preventing the wastage. വേസ്റ്റേജുകൾ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ പ്രോസസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അല്ലേ, പ്രോസസ്സിൽ ക്വാളിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, പ്രോപ്പർ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട, പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് നടത്തേണ്ട ആളുകൾക്ക് ആഡിക്വേറ്റ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് സേഫ്റ്റി ആൻഡ് സസ്റ്റെയിൻഡ് സക്സസ്, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ സക്സസ് എന്ന് പറയുന്നത് സസ്റ്റെയിൻഡ് സക്സസ് ആണ്, എന്നും സക്സസ് ഉണ്ടാക്കുക, സക്സസ് കണ്ടിന്യൂസ് ആവുക, പെർമനൻ്റ് ആവുക. അപ്പോൾ ദീസ് ആർ 7 പില്ലേഴ്സ് ഓഫ് TPM. ഓക്കെ, താങ്ക് യു വെരി മച്ച്.